بسم الله الرحمن الرحيم اطلب متابا بالندامة مقلعة وبعزم ترك الذنب فيما استقبلا وبراءة من كل حق الآدم ولهذه الأركان فرع وكملا. വിശുദ്ധമായ റമളാനിന്റെ 27-ാമത്തെ രാവിലോ മറ്റോ പള്ളിയിൽ ഒരുമിച്ച് കൂടിയിട്ട് പള്ളിയിലെ ഇമാമ് ഓതിത്തരുന്ന പറഞ്ഞു കൊടുക്കുന്ന ചില വചനങ്ങളിൽ അധിഷ്ഠിതമല്ല തൗബ എന്ന് പറയുന്നത്. തൗബ നമ്മുടെ മനസ്സിന്റെ അകത്തളങ്ങളിൽ നിന്ന് വരണം. പ്രിയമുള്ളവരെ, എല്ലാ ദിവസവും നിസ്കാരത്തിന്റെ ശേഷം ഞാൻ അല്ലാഹുവിനോട് വഅസ്അലുഹു തൗബ വഅതൂബു ഇലൈഹി എന്ന് പറയാറുണ്ട്. ദിനേന നാം ചെയ്യുന്ന പാപങ്ങൾ ദിനേന നാം അല്ലാഹുവിനോട് തൗബ ചെയ്യാറുണ്ട്. പ്രിയമുള്ളവരെ, നമ്മുടെ മനസ്സിന്റെ അകത്തളങ്ങളിൽ നിന്ന് നമുക്ക് തൗബ വരണം, ഖേദം വരണം. ചെയ്തു പോയ പാപങ്ങളുടെ ഭാണ്ഡങ്ങൾ അല്ലാഹുവിന്റെ മുമ്പിൽ തുറന്നു വെക്കണം. ഇനി ഒരിക്കലും ആ തെറ്റിലേക്ക് മടങ്ങുകയില്ല എന്ന ദൃഢപ്രതിജ്ഞയുണ്ടാവണം. തെറ്റിന്റെ കടകള് പുഴങ്ങിക്കളയണം, നമ്മള് കഴുകി ശുദ്ധിയാക്കണം. നമ്മള് അല്ലാഹുവിനോട് നാം ചെയ്തു പോയ തെറ്റുകുറ്റങ്ങൾ അല്ലാഹുവിനോട് ഏറ്റു പറഞ്ഞുകൊണ്ട് ഖേദിച്ച് മടങ്ങണം. തെറ്റിലേക്ക് ഇനി മടങ്ങൂലെന്ന പ്രതിജ്ഞയോടെ ഖേദിക്കണം. അതോടൊപ്പം തന്നെ പ്രിയമുള്ളവരെ, വബറാഅത്തിൻ മിൻ കുല്ലി ഹഖ്ഖിൽ ആദമി വലിഹാദിഹിൽ അർകാനി ഫർഅ വകമ്മിലാ. അള്ളാഹുവിന്റെ അടിയാറുകളായ മനുഷ്യന്മാരുണ്ടല്ലോ, നമ്മൾ പല ജനങ്ങളുമായിട്ടും പല ആളുകളുമായിട്ടും ബന്ധമുണ്ടല്ലോ. അവരോട് വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഗോഷ്ഠി കൊണ്ടോ സാമ്പത്തിക ഇടപാടുകളെ കൊണ്ടോ നമ്മൾ അവരുമായിട്ടുള്ള ബാധ്യതകൾ പറഞ്ഞിട്ട് അവസാനിപ്പിക്കണം. അങ്ങനെ ശുദ്ധമായ മനസ്സോടുകൂടി അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങണം. പ്രിയമുള്ളവരെ, അതാണ് തൗബ എന്ന് പറയുന്നത്. അതല്ലാതെ ഏതെങ്കിലും ഒരു ദിവസം പള്ളിയിൽ ഒരുമിച്ച് കൂടിയിട്ട് തൗബ എന്ന് പറഞ്ഞുകൊണ്ട് കേവലം നടത്തുന്ന തൗബ അത് യഥാർത്ഥമായ തൗബയല്ല. പ്രിയമുള്ളവരെ, തൗബ നമുക്ക് പൂർണ്ണമായിട്ടും അല്ലാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങാനുള്ള മാർഗമാണ്. ആ തൗബ നമുക്ക് നമ്മുടെ മനസ്സിൽ നിന്ന് വരണം. അല്ലാഹു നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് ഈ വിശുദ്ധമായ റമളാനിന് 27 വരുന്നതിന് മുമ്പ് നാം ആരെങ്കിലുമായി പിണക്കത്തിലാണോ പ്രശ്നത്തിനാണോ അതെല്ലാം പരിഹരിക്കാൻ നാം ഓരോരുത്തരും തയ്യാറാവണം. അങ്ങനെ നമ്മുടെ ബാധ്യതകളൊക്കെ അവസാനിപ്പിച്ചിട്ട് നാം അല്ലാഹുവിന്റെ സന്നിധിയിൽ വരണം. അങ്ങനെ അല്ലാഹുവിനോട് നമ്മുടെ പാപങ്ങൾ പുറത്തു തരാൻ വേണ്ടി ആത്മാർത്ഥമായിട്ട് പറയണം. അത് കൂട്ടമായിട്ടോ ഒറ്റക്കായിട്ടോ എങ്ങനെ വേണമെങ്കിലും ആവാമല്ലോ. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അല്ലാഹു നമ്മുടെ പാപങ്ങൾ പുറത്തു തരട്ടെ. അല്ലാഹു നമുക്ക് അവരിലേക്ക് ഖേദിച്ച് മടങ്ങാനുള്ള ഭാഗ്യം തരട്ടെ. അല്ലാഹു നമ്മെ തവ്വാബീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ.